that is. ഇത്രയൊക്കെ ആയിട്ട് മാങ്കൂട്ടത്തിലിനെ വിമർശിച്ചെന്തെങ്കിലും പറയാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ വിരോധ ബുദ്ധിയോടുകൂടി സമീപിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല, ഒട്ടും തന്നെ സാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഞാനൊരു കോഴിയാണെന്നുള്ളതല്ല, അതല്ലെങ്കിൽ അദ്ദേഹവുമായി വിടത്തും പങ്കുവയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്നും അതിനർത്ഥമില്ല. എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള സാംസ്കാരിക സമ്പാദ്യം സ്വഭാവത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോ അതല്ലെങ്കിൽ സമൂഹം കൽപ്പിച്ചിരിക്കുന്ന സദാചാര മൂല്യങ്ങളെല്ലാം അതിന്റെയൊക്കെ പങ്കുപറ്റുന്ന ഒരാളാണ് അദ്ദേഹമെന്നോ ഞാൻ പറയില്ല. പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അത്ര കണ്ടങ്ങോട്ടേക്ക് കല്ലെറിയാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഈ വിഷയം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ, പുതിയ വ്യക്തികൾ, ആണായും പെണ്ണായും ആണും പെണ്ണും എന്ന് നമുക്ക് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുമൊക്കെ ആയിട്ട് പല തരത്തിലുള്ള മനുഷ്യജീവികൾ രാഹുലിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള തെളിവെന്ന് പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ധാരാളം സ്ക്രീൻഷോട്ടുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ തന്നെ രാഹുലിനെതിരെ വരുന്നുണ്ട്. എന്നിട്ടും എനിക്ക് പൂർണ്ണമായിട്ടും രാഹുലിനെ പ്രതിസ്ഥാനത്ത് അങ്ങനെ അങ്ങോട്ട് നിർത്താൻ സാധിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം ഈ വിഷയം എന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടുപേരെയാണ്. From my childhood, ഒന്ന്, I'm moving along with the people. അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിന് എതിരെ അലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 കോടി രൂപ തരാം. അതുപോലെ അന്തരിക്കാത്തത് കൊണ്ട് മാത്രം നമുക്കൊപ്പം ഇപ്പോഴും കഴിയുന്ന സരിത. ഇവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിൽ നിറയ്ക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയെ പരിഹസിക്കാൻ വളരെ മുന്നിൽ നിന്ന ആളുകളിൽ ഒരുവനാണ് ഈ പോങ്ങൻ. എനിക്കതിൽ കുറ്റബോധമുണ്ട്. അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി അതുപോലൊരു തെറ്റെനിക്ക് പറ്റരുത് എന്ന് പറയുന്ന വിചാരം മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും രാഹുലിന്റെ കാര്യത്തിൽ ഒരു നാവടക്കം പാലിക്കുന്നത്. ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെ പറ്റിയും പറയാം, ആരെപ്പറ്റി ആർക്കും പറയാം. ഹൂ കേഴ്സ്? ഈ ഹൂ കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ചു കൊണ്ടുവന്നത് നടിയാണ്. അവർ നടിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ നടന മികവൊന്നും ഞാൻ കണ്ടിട്ടില്ല. നടിയെന്ന രീതിയിൽ എനിക്ക് അവരെ അറിയില്ല. അവർ പറയുന്നു, അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തിയവർ പറയുന്നു അവർ മാധ്യമ പ്രവർത്തകയാണെന്ന്. തീർച്ചയായിട്ടും എനിക്ക് അവർ ഒരു മാധ്യമ ധർമ്മക്കാരി എന്ന നിലയിലും എനിക്ക് അവരെ അറിയില്ല. അതെന്റെ പരിമിതിയാണ്, അവരുടെ ഔന്നത്യത്തിന്റെ കുറവല്ല. അവർ ഏതൊക്കെ ചാനലിൽ അല്ലെങ്കിൽ ഏതൊക്കെ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു എന്നന്വേഷിച്ചപ്പോൾ ചിലർ പറയുന്നത് ദേശാഭിമാനി, അതേപോലെ തന്നെ ഏഷ്യാനെറ്റ്, കൈരളി മുതലായിട്ടുള്ള അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ഏഷ്യാനെറ്റിലായിട്ടുകൂടി കൈരളിയും ദേശാഭിമാനിയും ഒന്നും എൻ്റെ ശ്രദ്ധയിൽ വരുന്നതല്ല. ഏഷ്യാനെറ്റ് വല്ലപ്പോഴുമൊക്കെ അതിന് ഞാൻ ഇരപ്പെടുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആ സമയങ്ങളിലൊന്നും ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. എങ്കിൽ പോലും അതൊരു കുറവല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അവരുടെ ആ ഒരു അവതരിപ്പിച്ച ശൈലി, ആ വിഷയം അവതരിപ്പിച്ച ശൈലിയിൽ വളരെ അസ്വാഭാവികതയുണ്ട്. മാത്രമല്ല, അവർ പറയുന്നതിൽ നിന്ന് ഒരു കോഴി എന്നുള്ളതിനപ്പുറത്തേക്ക് അധികമൊന്നും നമുക്ക് കിട്ടുന്നില്ല രാഹുലിനെ കുറിച്ച്. ഒരു കോഴിയായ രാഹുലിനെ മാത്രമാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ നീക്കി നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ വില കൊടുത്തില്ല. അല്ലെങ്കിൽ അവരെക്കാൾ പ്രാധാന്യം അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ മോശക്കാരനാക്കാൻ എന്തുകൊണ്ടോ എൻ്റെ സാമാന്യ ബോധം എന്നെ അനുവദിച്ചില്ല. കാരണം ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ വലിയ വില കൊടുക്കുന്നുണ്ട്. ഒരാൾ എത്ര വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഇത്രത്തോളം കാലം മൂടി വെച്ചിട്ടുള്ള ഒരു സത്യം ഇപ്പോൾ പറയുന്നത് എന്തിന് എന്ന് പറയുന്ന അവരുടെ ഉദ്ദേശശുദ്ധി എന്ത് എന്ന് പറയുന്ന ഒരു ചോദ്യം പോങ്ങൻ ഉയർത്തും. പോങ്ങന്റെ മനസ്സിലത് വരും. അപ്പോൾ എനിക്ക് അവരുടെ ഉദ്ദേശശുദ്ധിയിൽ അത്രമാത്രം ഒരു നന്മ കണ്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ കോഴിത്തരം, അവർ ആരോപിക്കുന്ന കോഴിത്തരം, അതിന് ഞാൻ അത്ര കണ്ട് വില കൊടുക്കില്ല. കാരണം ഉദ്ദേശശുദ്ധി അവരുടെ നല്ലതല്ല. അതേപോലെ തന്നെ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു സ്ത്രീ, അവരും ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ്. സ്വയം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത്തെ ആ യുവതി വന്നിരിക്കുന്നത്. സാഹിത്യകാരി കൂടിയാണെന്ന് പറയുന്നു. ദൗർഭാഗ്യവശാൽ അത്യാവശ്യം പുസ്തക വായന വളരെ പരന്ന നിലയിലുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ടും എനിക്ക് ഈ പറയുന്ന തേൻ മധുരമുള്ള പേരോടുകൂടിയിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരിയെ പോങ്ങനെ പരിചയമില്ല. എങ്കിലും അവരുടെ ഉദ്ദേശശുദ്ധിയും എന്നിൽ സംശയം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുലിനെതിരെയുള്ള ഒരു നിലപാട് കൈക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന രണ്ട് വ്യക്തികളും കമ്മ്യൂണിസ്റ്റ് ബാധ തീണ്ടിയ ഈ രണ്ട് വ്യക്തികളും പറയുന്നത് പോങ്ങൻ വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം എനിക്കറിയാം, സരിതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ ഏത് നിലയിലാണോ വെട്ടിവീഴ്ത്തിയത്, എങ്ങനെയാണോ തുടർഭരണം നിഷേധിക്കുകയും
ഒരു പുതിയ ഭരണം അവർക്ക് തരപ്പെടുത്തി എടുക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട്, എനിക്ക് ആ രണ്ട് വ്യക്തികളുടെയും ഉദ്ദേശശുദ്ധിയിൽ സംശയമുള്ളത് കൊണ്ടും രാഹുലിനെ അവരുടെ വാക്കുകളുടെ പേരിൽ ഒരു പ്രതിസ്ഥാനത്ത് കൊണ്ടു നിർത്താൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. പിന്നെ മൂന്നാമത്, ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് വന്നത് ഒരു ട്രാൻസ്ജെൻഡറാണ്, അവന്തിക എന്നു പേരുള്ള ഒരു വ്യക്തി. അവരുടെ ആരോപണങ്ങൾ, എനിക്ക് നിന്നെ ബലാത്സംഗ സമ്പ്രദായത്തിൽ ഭോഗിക്കണമെന്നും മറ്റുമൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനതിനെ അവിശ്വസിക്കാൻ ആളല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വൈകൃത ഭാവനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതൊരു ജനപ്രതിനിധിക്ക് നല്ലതാണോ, ഇത് ഒരു ജനസേവന പ്രവർത്തകന് അല്ലെങ്കിൽ ജനസേവന വ്യവസായിക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമല്ല. ഇത് പൊതുവെ നല്ല ഒരു രതിയാരോഗ്യമുള്ള ഒരു മനുഷ്യന് പോലും സാധിക്കുന്നതല്ല, പറ്റുന്നതല്ല, ഇണങ്ങുന്നതല്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എനിക്കുണ്ട്. എന്ന് കരുതിക്കൊണ്ട് അവന്തികയുടെയും ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നതിനെ ഞാൻ തീർച്ചയായിട്ടും ഗൗരവത്തിലെടുക്കും. എന്തായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ ആരുടെയെങ്കിലും പ്രോത്സാഹനം അദ്ദേഹത്തിനുണ്ടോ? അതല്ലെങ്കിൽ സ്വാർത്ഥ ലാഭം എന്തെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുവഴി പെരുമയോ ഉണ്ടാക്കിയെടുക്കാനുള്ള ചില താല്പര്യങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും നമുക്ക് ആർക്കും തോന്നാം. ഞാൻ അങ്ങനെ സംശയങ്ങളൊന്നും ഉയർത്തുന്നില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ കൃത്യമായിട്ടും ഒരു സംശയമുണ്ട്. മാത്രമല്ല, ചില ആളുകളുണ്ടല്ലോ അങ്ങനെ ഒന്ന് വീണ് കിടക്കുന്നവനെ ചവിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു മലയാളികളുടെ മാത്രമല്ല, പൊതുവെ മനുഷ്യരുടെ സ്വഭാവമാണ്. ഒരു വീഴ്ച പറ്റിയവൻ അല്ലെങ്കിൽ നാട്ടുകാർ വളഞ്ഞിട്ട് ഒരുത്തനെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ന്യായാന്യായങ്ങൾ പരതാതെ ഒരു തല്ല് നമ്മുടെ കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഉദാരമതികളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്ന് പറഞ്ഞതുപോലെ ആണോ എന്നും അറിയില്ല. എന്ത് തന്നെ ആയാലും കൃത്യസമയത്ത് അദ്ദേഹവും ഈ അവന്തിക എന്ന് പറയുന്ന വ്യക്തി കൂടി രാഹുലിനെതിരെ വന്നപ്പോൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെയും എൻ്റെ സാമാന്യ ബോധം സംശയിച്ചു. അങ്ങനെ ഈ 3 പേരുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ഇനി 4ാമത് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് നടന്ന അതാണ്. മിനിയാന്നും ഇന്നലെയുമായിട്ട് വളരെ ഗൗരവത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ പരിശ്രമിച്ചു ഒരു സ്ത്രീയെ, അയാളാൽ ഗർഭം ധരിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറയുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അല്പത്തരമാണല്ലോ ഇതൊക്കെ എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം ആ സംസാരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, തീർച്ചയായിട്ടും ഇവർക്കിടയിൽ ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് പറയുന്ന വിശ്വാസം തോന്നിപ്പിക്കുന്നില്ല അവരുടെ സംസാരത്തിൽ, ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ. ഒരുപക്ഷെ അവർ അനുഭവിച്ച ഈ പറയുന്ന ട്രോമ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഉണ്ടല്ലോ, ആ ട്രോമയുടെ പേരിലാവാം, അതല്ലെങ്കിൽ അവരനുഭവിക്കുന്ന മനോവ്യഥകളാവാം, അതല്ലെങ്കിൽ ഒരു നവമാതൃഭാവത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമാവാം. എന്തായാലും രാഹുലിനോട് വലിയ പ്രണയമുള്ള ഒരു സ്ത്രീയാണവരെന്ന്, അല്ലെങ്കിൽ പ്രണയം പങ്കുവച്ചിരുന്ന ഒരാളാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അവരുടെ സ്വരത്തിൽ ഒരു പ്രണയമോ അതല്ലെങ്കിൽ ഒരു സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ല. ഒരുപക്ഷെ അനുഭവിച്ച് മടുത്തതിൻ്റെതായിരിക്കാം. അതെന്തോ എനിക്ക് ഒരു സ്ത്രീ മനഃശാസ്ത്രം അത്ര കണ്ട് അറിയാത്ത അല്ലെങ്കിൽ പരിചിതനല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് കാര്യത്തിൽ പറയുന്നത് ശരിയുമല്ല. അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. എങ്കിൽ പോലും ഞാൻ അവിടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെ അവിടെ കേട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ വളരെ ആത്മാർത്ഥമായി പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ്. രാഹുൽ അവിടെ നടത്തുന്ന പ്രകടനം എന്താണ്? രാഹുൽ നാവാടി നേടിയതെല്ലാം ഈ നാരിയുടെ ഇതുപോലുള്ള നാവാട്ടിലൂടെ തകർന്നു പോകുമോ എന്ന് പറയുന്ന പരിഭ്രമമാണ് ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. നാവാടി നേടിയതാണ് രാഹുൽ എല്ലാം എന്ന് തന്നെ സമ്മതിക്കാം. പക്ഷേ തനിക്ക് താൻ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ഒരു ആക്രാന്തം, ആദി തല വെന്ത് നിൽക്കുകയാണ്, തല വെന്തു പുകയാണ്. ബുദ്ധി നേരായ പ്രവർത്തിക്കണമെന്നേ ഇല്ല. അവിടെയൊക്കെ കൃത്യമായ പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സ്ത്രീ. സ്വാഭാവികമായും ഒരു നിമിഷം പോലും രാഹുൽ ചോദിക്കുന്നില്ല, ഇത് എൻ്റെ കുട്ടിയാണോ, ഇതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണോ എന്ന് പറയുന്ന ഒരു സംശയം രാഹുൽ അവിടെ ഉയർത്തിയില്ല. രാഹുൽ അങ്ങനെ കെട്ട ഒരുത്തനാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത്, ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് എങ്ങനെ പറയും? ഈ പ്രപഞ്ചത്തിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ഏക പുരുഷൻ ഞാൻ മാത്രമല്ലല്ലോ എന്ന് പറയുന്ന അവളെ സംശയത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്നേഹത്തെയോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു പ്രണയത്തെയോ കാമത്തെയോ ഒക്കെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന നിലയിലുള്ള ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചില്ല. പിന്നെ അല്ലാതെ പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, എന്നെ വിശ്വസിക്കും. ലോകത്താരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല ഇല്ല, ഞാൻ പറയൂല. എന്റെ ഞാൻ ആരോടും പറയൂല. ശരി.